കേരളത്തിലൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് പ്രത്യേകിച്ച് മലയാളികളുമായിട്ട് ട്രെയിനിങ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 9 മണിയെന്ന് പറഞ്ഞാൽ 9:30 ആവും. നമ്മളോട് തന്നെ ഓർഗനൈസേഴ്സ് പറയും, സാർ നമ്മളൊരു 9 പറയുമ്പോൾ ഒരു 9:30 തുടങ്ങും. അപ്പോഴേ തീരുമാനിച്ചു. അതെന്താ കാര്യം 9:30? ഇപ്പം എല്ലാവരും വന്ന് കയറി ഇരിക്കുമ്പോൾ 9:30 ആവും. അപ്പോൾ നമുക്കൊരു 8:30 പറയാമല്ലേ സാർ, കള്ളം പറയേണ്ടി വരിക. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ബൈ നേച്ചറാണ് ടൈം കീപ്പിംഗ് ക്വാളിറ്റി പലപ്പോഴും പോറായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു പരിധി വരെ യൂറോപ്പിലോ വെസ്റ്റേൺ വേൾഡിലൊക്കെ പോയാൽ അല്ലെങ്കിൽ വൈറ്റ് സ്കിൻസിനെ കണ്ട ദേ റെസ്പെക്ട് ടൈം അ ലോട്ട്. കാരണം ദേ ബീൻ പെയ്ഡ് ഫോർ ടൈം. സമയത്തിന് പൈസ ഉണ്ട് അവർക്ക്. 30 സെക്കൻഡോ 60 സെക്കൻഡോ അല്ലെങ്കിൽ 2 മിനിറ്റോ വൈകിയാൽ അത്രയും എമൗണ്ട് ഓഫ് മണി അവിടെ ലിറ്ററലി ടെക്നിക്കലി പോകുന്നത് കാണുന്നുണ്ട് യൂറോപ്പിൽ. ഇവിടെ നമ്മളത് കാണാറില്ല. എല്ലാ മതങ്ങളും വേദഗ്രന്ഥവും പഠിപ്പിക്കുന്നത് നിഷ്ഠയോടുകൂടിയുള്ള കർമ്മങ്ങളാണ്. നിസ്കാരത്തെ പോലും സൃഷ്ടാവ് പറഞ്ഞത് വാക്കീമുസ്സലാത്ത് എന്നാണ്, നിഷ്ഠയോടുകൂടിയുള്ള പ്രാർത്ഥന. കാലത്തിനെ വെച്ചാണ് പലപ്പോഴും പല കാര്യങ്ങളും ജസ്റ്റിഫൈ ചെയ്യുന്നത്. കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കാലത്തിനെ കൊണ്ടുവരുന്നത്, സമയത്തെ കൊണ്ടുവരുന്നത്. അപ്പം നിഷ്ഠയില്ലാത്ത ഏത് കർമ്മം ഒരു മനുഷ്യൻ ചെയ്താൽ അത് ലീഡർഷിപ്പ് ആസ്പെക്റ്റിൽ നോക്കിയാൽ ഹീ ഈസ് വീക്ക്, സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നോക്കിയാൽ ഹീ വിൽ ബി വീക്ക്, ഇമോഷണൽ ആസ്പെക്റ്റിൽ നോക്കിയാലും നിഷ്ഠയില്ലാതെ ഒരു കാര്യം ചെയ്താൽ ഇമോഷണലി പോലും നമ്മൾ വീക്കായി പോകും.